ഇന്ത്യയിലെ നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡായിട്ടുള്ള ഷവോമി സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു പുതിയ ടാബ്ലറ്റ് അവതരിപ്പിച്ചു. ഷവോമി പാഡ് 5 എന്ന പേര്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഈ ഇരിക്കുന്ന ഷവോമി പാഡ് 5ന്റെ വിശേഷങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് ഷവോമി ഇന്ത്യയിലേക്ക് പുതിയ ഒരു ടാബ്ലറ്റ് കൊണ്ടുവരുന്നത്. 7 വർഷത്തിന് മുമ്പ് മാത്രമായിരുന്നു നേരത്തെ ഒരു ടാബ്ലറ്റ് ഷവോമി അവതരിപ്പിച്ചത്. അപ്പോൾ ദേ ഈ ഇരിക്കുന്ന സാധനമാണ് ഷവോമിയുടെ ഷവോമി പാഡ് 5. അപ്പോൾ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് മത്സരിക്കുന്നത് നമ്മുടെ ഐപാഡുമായിട്ടാണ്. അതുപോലെ തന്നെ ഐപാഡിന് സമാനമായിട്ടുള്ള ഒരു കീബോർഡ് സെറ്റപ്പും അതുപോലെ ആപ്പിൾ പെൻസിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഷവോമിയുടേതായിട്ടുള്ള ഒരു ഷവോമി പെന്നും, പെൻസിലല്ല ഷവോമി പെന്നും ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം ഉണ്ട്. ആദ്യം നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് ഷവോമി പാഡ് 5 വരുന്നത്. ബോക്സിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിന് ബോക്സിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഇതായിരിക്കും നമ്മുടെ ഷവോമി പാഡ് 5. കൂടാതെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, അതുപോലെ 22.5 വാട്ടിൻ്റെ ഒരു ചാർജർ, പിന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ. അപ്പോൾ ഈ ഒരു കീബോർഡും അതുപോലെ ഈ ഒരു പെന്നും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ അഡീഷണൽ ആക്സസറീസാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കീബോർഡ് ഇതിൽ നിന്ന് ഇത്തരത്തിൽ ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് മാറ്റാം. ഇതാണ് ഷവോമിയുടെ മി പാഡ് 5. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങളെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ ഷവോമിയുടെ Mi 11 ലൈറ്റിലൊക്കെ കണ്ട ആ ഒരു സെയിം ക്യാമറ മൊഡ്യൂൾ ഷവോമിയുടെ ചില സ്മാർട്ട് ഫോണുകളിൽ കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ടാബ്ലറ്റിനും കൊടുത്തിരിക്കുന്നത്. എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഷവോമിയുടെ ചില സ്മാർട്ട് ഫോണുകൾ ഇത്രയും തിന്നായിട്ട്, ഷവോമി 11 ലൈറ്റൊക്കെ വളരെ തിന്നായിട്ട് വന്ന സ്മാർട്ട് ഫോണുകളാണ്. അത്തരം ഒരു വളരെ തിന്നായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ടാബ്ലറ്റിന് കൊടുത്തിരിക്കുന്നത്. വെറും 7 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് പോളി കാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്, മെറ്റാലിക് അല്ല. ഈ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിം കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വെയിറ്റ് ഒക്കെ വെറും 511 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ വശങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഇതുപോലെ വോളിയം കൂട്ടാനുള്ള വോളിയം റോക്കേഴ്സ് കാണാം. അതുപോലെ 2 മൈക്രോഫോണുകൾ ഒരു വശത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടേക്ക് വരുമ്പോൾ താഴെ 2 സ്പീക്കർ ഗ്രിൽ ഇതുപോലെ താഴെ മാത്രം കാണാം. ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഈ കീബോർഡൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാം. മുകളിൽ ഇതുപോലെ 2 സ്പീക്കർ ഗ്രില്ലും ഒരു മൈക്രോഫോണും കൂടി കാണാം. ചുരുക്കി പറഞ്ഞാൽ 4 മൈക്രോഫോണുകൾ ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 സ്പീക്കർ, ക്വാഡ് സ്പീക്കർ സെറ്റപ്പുമാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ വോളിയം റോക്കേഴ്സ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്, ഈ സൈഡിൽ. എന്നാൽ പവർ ബട്ടൺ വന്നിട്ട് മുകളിൽ ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല ടാബ്ലറ്റിലും വോളിയം റോക്കേഴ്സും പവർ ബട്ടണും വളരെ അടുത്തടുത്ത് വരും. അപ്പോൾ ഞാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വോളിയം കൂട്ടാൻ പറഞ്ഞ് നമ്മൾ പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ പവർ ബട്ടണിലായിട്ട് പലപ്പോഴും ഡിസ്പ്ലേ ഓഫായി പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും 2 വശങ്ങൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത്തരം ഒരു പ്രശ്നം ഇതിനകത്ത് എന്തായാലും സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു കാര്യമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 11 ഇഞ്ചിൻ്റെ 2.5K റെസൊല്യൂഷനുള്ള IPS LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ഇതിനകത്ത് നമുക്ക് മാക്സിമം 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഒരു ഡിസ്പ്ലേക്ക് നൽകുന്നത് എപ്പോഴും ഗെയിമിങ്ങിന് മികച്ച ഒരു റെസ്പോൺസ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിലൊരു ഗെയിമിംഗ് ഓറിയൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ ആണ് ഈ ഒരു ടാബ്ലറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പല ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാകുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിന് വൈഡ് വൈൻ L1ൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നമുക്ക് കണ്ടന്റുകൾ HDയിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇതിന് ഡോൾബി വിഷൻ്റെ സപ്പോർട്ടുണ്ട്, ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ദ ഗോയിൽ നമുക്ക് ഡോൾബി വിഷൻ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയും ഈ പറഞ്ഞ പോലെ ഡോൾബി വിഷൻ സപ്പോർട്ടുള്ള വീഡിയോകൾ ഇതിനകത്ത് കാണാം. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഒരു ടാബ്ലറ്റിനകത്ത് സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് HDR10+ൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ വിഭാഗം പക്കയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ 640 നിറ്റ്സാണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു പ്രശ്നവും വരില്ല. ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യം വളരെ കുറച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഓക്കെയാണ്.
LED അല്ല എന്നുള്ളതൊരു മാത്രമാണ് ഇതിനകത്തൊരു കുറവ് ഡിസ്പ്ലേയുടെ ഭാഗത്ത്. പക്ഷേ ആ ഒരു LED മാറ്റി നിർത്തിയത് കൊണ്ടാവണം LCDയിൽ ഇത്രയും ഹയർ റിഫ്രഷ് റേറ്റും HDR10+ൻ്റെ സപ്പോർട്ടും ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും എല്ലാം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വാരിക്കോരി കൊടുക്കാൻ ഷവോമിക്ക് കഴിഞ്ഞതെന്ന് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഇതിനെ വിലയിരുത്താം. ഇനി ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസിലേക്ക് വന്നാൽ ആൻഡ്രോയിഡ് 11 ഈ ഒരു ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 12 കൊടുത്തിരുന്നെങ്കിൽ നല്ലതായനെ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ആൻഡ്രോയിഡ് 12ലേക്ക് ഉടൻ അപ്ഡേറ്റ് ഒരു പക്ഷേ ലഭിക്കും. അതുപോലെ ഷവോമി ഫോണുകളിലൊക്കെ കാണുന്ന പോലെ MIUI 13ൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസും ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഷവോമി ഫോണുകളിൽ നിന്ന് ഈ ഒരു ടാബ്ലറ്റിനെ മാറ്റി നിർത്തുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇതിനകത്ത് ബ്ലോട്ട് വേസുകളൊന്നും തന്നെയില്ല. അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ യാതൊന്നും ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല. ഷവോമിയുടേതായിട്ടുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷനും അതുപോലെ ഗൂഗിളിൻ്റേതായിട്ടുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷൻസും ഇതിനകത്ത് വരുന്നുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. ഇതിലും വിലയുള്ള ഷവോമി ഫോണുകൾ ഒരുപക്ഷെ കുറച്ചെങ്കിലും ബ്ലോട്ട് വേസുകൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. അതെന്തായാലും ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഇല്ല എന്നുള്ളതൊരു വലിയ കാര്യം. ഈ ഒരു ടാബ്ലറ്റിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ടൊക്കെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് കൂടാതെ ഹൈറസ് ഓഡിയോ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട്. ക്വാഡ് സ്പീക്കറുണ്ട്, 4 സ്പീക്കറുണ്ട്. ഒരു വശത്ത് 2 വെച്ച് 4 സ്പീക്കറുകൾ. നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ. ഇപ്പോൾ സാധാരണ സ്മാർട്ട് ഫോണുകളിലൊക്കെ സ്റ്റീരിയോ സ്പീക്കർ വരുന്നെങ്കിലും ഒരു സ്പീക്കർ, മുകളിലത്തെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇയർ പീസിലാണ് കൊടുക്കുന്നത്. അതിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ട് വളരെ കുറവാണ് സാധാരണ. പക്ഷേ ഇവിടെ ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ 4 സ്പീക്കർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്റ്റീരിയോയുടെ ബാലൻസിങ് പക്കയാണ്. അത് നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ സൈഡിലെ സ്പീക്കറുകൾ പൊത്തിപ്പിടിക്കുകയാണ്. എന്നാലും ഇപ്പുറത്ത് നല്ല സൗണ്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് പൊത്തിപ്പിടിച്ചാലും, ഒരു സൈഡിലെ സ്പീക്കറുകൾ പൊത്തിപ്പിടിച്ചാലും മറ്റേ സൈഡിൽ നിന്ന് നല്ല സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റീരിയോ ഉണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇതിൻ്റെ ഒരു ലൗഡ്നെസ് ഒരു അല്പം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരുപാട് കുറവൊന്നുമില്ല, അല്പം കുറവായിട്ട്. പലപ്പോഴും ഇപ്പോൾ കേട്ടപ്പോൾ നല്ല വോളിയം ഉണ്ട്. എന്നിരുന്നാലും ഞാനിതിനകത്ത് യൂട്യൂബിലൊക്കെ മൂവിയൊക്കെ കണ്ടപ്പോൾ പലപ്പോഴും കുറച്ചുകൂടെ വോളിയം ഒന്ന് കൂട്ടാമെന്ന് പറഞ്ഞ് ഞാൻ വോളിയം ഇൻക്രീസ് ചെയ്യാൻ നോക്കുമ്പോൾ മാക്സിമം വോളിയത്തിലിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ, കുറച്ചുകൂടെ ഒരു വോളിയം എന്നെ സംബന്ധിച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ചുകൂടി ഒരു വോളിയം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ സൗണ്ട് പ്രൊഫൈൽ സൂപ്പർ. അപ്പോൾ സാധാരണ നമ്മളിവിടെ പറയാറുണ്ട് ഏതൊരു സ്മാർട്ട് ഫോണിലും മികച്ച ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ട് വരുമ്പോൾ വോളിയത്തിൻ്റെ ആ ഒരു പീക്ക്നെസ് കുറയാറുണ്ട്. അത് ഇവിടെയും നമുക്ക് കാണാറുണ്ട്. എന്തായാലും ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി കണ്ടില്ലേ, അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു 4 വശത്തുള്ള ഈ ഒരു ബെസലുകൾ ഒരല്പം കനം കൂടുതലല്ലേ എന്ന് തോന്നിപ്പോന്നു. സാധാരണ സ്മാർട്ട് ഫോണുകളെ പോലെയല്ല, ടാബ്ലറ്റിലേക്ക് വരുമ്പോൾ ബെസൽ സാധാരണ അത്രയും തിന്നാകാറില്ല. എന്നാലും ഓക്കെ എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 860 എന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു AnTuTu സ്കോർ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 5,74,000-ലധികമാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഒരു ടാബ്ലറ്റിന് എന്തിനാണ് ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു പ്രോസസ്സർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. അത്രയധികം മികച്ച ഒരു പെർഫോമൻസ് ഉള്ള പ്രോസസ്സറാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് എടുത്തു പറയട്ടെ. മാത്രമല്ല ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് പോലും 6GB ആണ്. 6GB 128ഉം 6GB 256 എന്നീ 2 വേരിയൻറ്റുകളാണ് ലഭ്യമാവുക. UFS സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് 3.1ഉം റാം ടൈപ്പ് LPDDR4Xുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ ഒരു 5,74,000-ലധികമുള്ള ഒരു AnTuTu സ്കോർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ഗെയിമുകൾ കളിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഡിസ്പ്ലേ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൂടി നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിലൂടെ ആസ്വദിക്കാനാകും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ വിഭാഗം. ബാക്ക് ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇതിനകത്ത് സിംഗിൾ ക്യാമറ നൽകിയിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാനായിട്ട് 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സെൽഫി ക്യാമറയുടെ പൊസിഷനിങ്ങിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ സാധാരണ ഈ ഒരു രീതിയിലൊക്കെ വെച്ചിട്ട് അല്ലേ, കീബോർഡ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും പലപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സെൽഫി ക്യാമറയുടെ പൊസിഷൻ ഏകദേശം ഇവിടെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിപ്പോൾ ഇവിടെയാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് രീതിയിൽ നോക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ പൊസിഷൻ ഒരു ഓഡ് പൊസിഷനായി തോന്നി. എന്നാൽ പോർട്രേറ്റ് രീതിയിൽ ഈ ഒരു ടാബ്ലറ്റ് പിടിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്താൽ കുഴപ്പമില്ല.
സാധാരണ ടാബ്ലറ്റിലെല്ലാം ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനിൽ വരുമ്പോൾ ഇവിടെ മുകൾ വരത്തക്ക രീതിയിലായിരിക്കും ഫ്രണ്ട് ക്യാമറയുടെ പൊസിഷനിങ്. അപ്പോൾ അതൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, അത് വലിയ സംഭവമൊന്നും അല്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞു തന്നു മാത്രം. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ക്യാമറ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സാധാരണ ടാബ്ലറ്റിനേക്കാൾ മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് നൽകുന്നുണ്ട്. ഒരിക്കലും നമ്മൾ പോക്കറ്റിലൊക്കെ ടാബ്ലറ്റ് ഇട്ടുകൊണ്ട് പോയി അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയി വെളിയിൽ പോയി ഫോട്ടോകൾ എടുക്കുന്നത് വളരെ വിരളമാണ് സ്മാർട്ട് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ സാധാരണ ടാബ്ലറ്റിലേക്ക് ഭയങ്കര ഒരു ക്യാമറ പെർഫോമൻസ് ഒന്നും കാണാറില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ നേരത്തെ ഞാൻ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ എന്തിനാണ് ഈ ഒരു ടാബ്ലറ്റിൽ ഇത്രയും മികച്ച ക്യാമറ പെർഫോമൻസ് കൊടുത്തിരിക്കുന്നതെന്ന് അതിശയം തോന്നിപ്പോകും. അത്രയും മനോഹരമായിട്ടുള്ള ഫോട്ടോകളാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിൽ നമുക്ക് ഇത്തരത്തിൽ 4Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ 1080ൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാം. ബാക്ക് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതും എന്തിനാണെന്നുള്ള ചോദ്യമാണ് എനിക്ക് വരുന്നത്. ഇത്രയൊക്കെ ഒരു ടാബ്ലറ്റിൽ കൊടുക്കേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്ത് തന്നെയായാലും ഈ ഒരു ടാബ്ലറ്റിൽ ഷവോമി യാതൊരു കുറവും വരുത്തിയിട്ടില്ല, എല്ലാം ഒരല്പം കൂടുതലേ നൽകിയിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ 8720 mAh ബാറ്ററി നൽകുന്നുണ്ട്. അതുപോലെ ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ടാബ്ലറ്റിന് ഷവോമി നൽകിയിട്ടുണ്ടെങ്കിലും ബോക്സിനോടൊപ്പം 22.5 വാട്ടിൻ്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്. ഷവോമിയുടെ മിക്ക പ്രോഡക്റ്റുകളിലും 22.5 വാട്ട് എന്ന ചാർജർ ഒരു യൂണിഫോം പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം 18 വാട്ടിൻ്റെ സപ്പോർട്ടുള്ള ഫോണുകളിലും 22.5 വാട്ടിൻ്റെ ചാർജർ നൽകാറുണ്ട്. ഇവിടെ 33 വാട്ടിൻ്റെ സപ്പോർട്ട് ഉള്ളപ്പോഴും 22.5ൻ്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 33 വാട്ട് വരെയുള്ള സപ്പോർട്ടുണ്ട്, പക്ഷേ 22.5 വെച്ച് ഈസിയായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് മികച്ചൊരു ബാറ്ററി ലൈഫ് ഈ ഒരു ടാബ്ലറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ടാബ്ലറ്റ് നല്ല രീതിയിൽ ഉപയോഗിച്ചു. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ചാർജ് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെ Type-C ചാർജിങ് പോർട്ടാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ടാബ്ലറ്റിനകത്ത് കുറച്ച് കുറവുകളുണ്ട്. അതായത് ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. നമുക്കൊരു ഹെഡ്സെറ്റ് കുത്തണമെന്ന് വെച്ചാൽ നടക്കില്ല. അതുപോലെ സിം ട്രേ ഇതിനകത്ത് നൽകിയിട്ടില്ല. അതായത് നമുക്ക് ഒരു LT മോഡൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അറ്റ്ലീസ്റ്റ് നമുക്കൊരു മെമ്മറി കാർഡ് എക്സ്പാൻഷന് പോലും ഒരു സിം ട്രേ നൽകിയിട്ടില്ല. LT വേരിയൻറ്റ് പോട്ടെ, നമുക്കൊരു മെമ്മറി കാർഡ് ഇടാൻ ഇതിനകത്ത് സാധിക്കില്ല. ഓൺ ബോർഡ് മെമ്മറി ഉണ്ട്, എന്നാൽ പോലും ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അത് സാധ്യമല്ല. അതുപോലെ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ 3 കുറവുകളേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ബാക്കിയെല്ലാം മനോഹരം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ LED ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷേ പ്രൈസ് ഇതിൽ നിന്ന് കൂടി പോകും എന്നുള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ ഷവോമി LCD ഡിസ്പ്ലേയിൽ ഇതിനെ ഒതുക്കിയെന്ന് വേണം പറയാൻ. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6GB 128ൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 26,999 രൂപ ആണെങ്കിലും നമുക്ക് HDFC കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്താൽ 2000 രൂപ കുറഞ്ഞുകൊണ്ട് 24,999 വാങ്ങാൻ സാധിക്കും. അതുപോലെ ഹയർ വേരിയൻറ്റ് 6GB 256GB അത് HDFC കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്താൽ 28,999 രൂപയുടേത് നമുക്ക് 26,999 വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ കീബോർഡിനെ കുറിച്ചും ഇതിൻ്റെ ഈ ഒരു പെന്നിനെ കുറിച്ചും ഒന്ന് പറയാം. ഈ കീബോർഡ് ഇത്തരത്തിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കീബോർഡിൻ്റെ ഒരു പ്രത്യേകത, ഇത് നല്ലൊരു മാഗ്നറ്റിക് കണക്ഷൻ, അതിൻ്റെ ഒരു പവർ നല്ലതാണ്. സാധാരണ ഇങ്ങനെ ടാബ്ലറ്റൊക്കെ കീബോർഡ് ഇത്തരത്തിൽ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്താൽ നമ്മളിതിൽ ഉയർത്തുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് വിട്ടു പോകാറുണ്ട്. പക്ഷേ ഇത് ഒരുവിധം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഈ ഒരു കീബോർഡിനകത്ത് ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇതിനകത്ത് ട്രാക്ക് പാഡ് കൊടുത്തിട്ടില്ല. ഒരു ട്രാക്ക് പാഡ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെന്ന് തോന്നുന്നു. എന്നിരുന്നാലും നമുക്ക് ടൈപ്പിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പ്രശ്നമല്ല. അതുപോലെ ഈ ഒരു ഷവോമി പെന്നും നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ട്രാക്ക് പാഡ് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ ഷവോമി പെൻ നമുക്കൊരു മൗസിന് പകരമായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ട്രാക്ക് പാഡ് കൊടുക്കാഞ്ഞത് എന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്തൊരു കുറച്ച് ചെറിയൊരു ഏരിയ, ഈ കീബോർഡിൻ്റെ സൈസ് ഒരു അല്പം കൂടെ കൂട്ടി ഒരു ട്രാക്ക് പാഡ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നുണ്ട്. ഓർക്കുക, ഈ ഒരു ഷവോമി പെന്നും ഈ ഒരു കീബോർഡും അഡീഷണൽ ആക്സസറീസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പ്രൈസിനകത്ത് അത് ബണ്ടിൽഡ് അല്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് വേണ്ടുന്നവർ മാത്രം വാങ്ങേണ്ടതാണ്. അപ്പോൾ ഓൺ ദ ഗോയിലൊക്കെ നമുക്ക് ഒരുപാട് ടൈപ്പിംഗ് ഒക്കെ വേണ്ടി വരുന്നവർ മാത്രം വാങ്ങിയാൽ മതി ഈ ഒരു കീബോർഡ് ആക്സസറി. അതുപോലെ ഈ ഒരു പെന്ന് കുറേ യൂസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വരയ്ക്കാനും എഴുതാനും ഒക്കെ ഈ ഒരു പെന്ന് ഒരുപാട് യൂസ് വരുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു ഷവോമി Mi Pad 5 കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്? നിങ്ങളുടെ എപ്പോഴും വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.